ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ ഒരു ചുവപ്പ് കാർഡ് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല ഒന്നല്ല 3. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിൽ ആകെ 4 റെഡ് കാർഡുകളായിരുന്നു. പക്ഷേ ഇത് ഉദ്ഘാടന മത്സരത്തിൽ മാത്രം 3 റെഡ് കാർഡുകൾ കണ്ടു. ആ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കണ്ട ശേഷം ഒന്ന് തിരികെ എത്താം. മെക്സിക്കോ ജയിച്ചു തുടങ്ങി. മികച്ച തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ കണ്ടത് കാൽപന്തിന്റെ ആവേശം. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ തന്നെ മെക്സിക്കോയുടെ ഗോൾ ശ്രമം. ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവൈറ്റ് വില്യംസിന്റെ സൂപ്പർ സേവ്. എന്നാൽ തുടരെ ഉണ്ടായ മെക്സിക്കോയുടെ ആക്രമണം തടുക്കാൻ ദക്ഷിണാഫ്രിക്കക്കായില്ല. 9-ാം മിനിറ്റിൽ മെക്സിക്കോയുടെ ആദ്യ ഗോൾ പോസ്റ്റിന് സമീപത്തെ ദക്ഷിണാഫ്രിക്കയുടെ പിഴവ് മെക്സിക്കൻ സ്ട്രൈക്കർ യൂലിയൻ കീഞ്ഞോനസ് ഗോളാക്കി. 67-ാം മിനിറ്റിൽ മെക്സിക്കോയുടെ 2ാം ഗോൾ റൗൾ ഹിമിനസിലൂടെയാണ് 2ാം തവണ ദക്ഷിണാഫ്രിക്കൻ വല കുലുക്കിയത്. 16 തവണയാണ് ദക്ഷിണാഫ്രിക്കൻ പോസ്റ്റിലേക്ക് ഷോട്ട് ഉയർന്നത്. അതിൽ 5 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക്. 3 ചുവപ്പ് കാർഡും ഉദ്ഘാടന മത്സരത്തിൽ പിറന്നു. ദക്ഷിണാഫ്രിക്കയുടെ സിത്തോൾ, തെമ്പ സ്വാനെ എന്നിവർക്കും മെക്സിക്കോയുടെ സീസർ മൊണ്ടേസിനുമായിരുന്നു ചുവപ്പ് കാർഡ്. 23 ഫൗളുകളാണ് ആകെ ഉണ്ടായത്. മറുപടി ഗോളിനുള്ള ശ്രമം ദക്ഷിണാഫ്രിക്ക നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഈ ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ കളത്തിലിറങ്ങി. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ആവേശകരമായ മത്സരമായിരുന്നു. പക്ഷേ മെക്സിക്കോയുടെ ആധിപത്യമാണ് നമ്മൾ ആ മത്സരത്തിൽ കണ്ടത്. പന്തടക്കത്തിലും അവരുടെ ഷോട്ട് ഓൺ ടാർഗറ്റിലുമൊക്കെ കണക്കുകൾ നോക്കുമ്പോൾ എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്താണ് ഇന്നലത്തെ മത്സരത്തിന്റെ കണക്കുകൾ നമുക്ക് സ്ക്രീനിൽ കാണാം. ഇന്നലെ മത്സരത്തിന്റെ നോക്കൂ, മത്സരത്തിൽ മെക്സിക്കോ ഇന്നലെ 16 ഷോട്ടുകളാണ് മെക്സിക്കോ ഉതിർത്തത്. കേവലം 4 ഷോട്ടുകൾ മാത്രമാണ്. കുറെ കൂടി ക്യാമറ അതിലേക്ക് ക്ലോസ് പോയാൽ നമുക്ക് ആ ഫിഗർ കുറെ കൂടി വ്യക്തമായി കാണാൻ സാധിക്കും. 16 ഷോട്ട് മെക്സിക്കോ ഉതിർത്തു. 4 ഷോട്ട് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉതിർക്കാനായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ്, ഗോൾ വല ലക്ഷ്യമാക്കി ഇന്നലെ 5 തവണ മെക്സിക്കോ ഷോട്ടുകൾ തൊടുത്തു. കേവലം 3 തവണ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അതിന് സാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പന്തടക്കമാണ്. ബോൾ പൊസിഷൻ അവിടെ 61% ഇന്നലെ പന്ത് കൈവശം വെച്ചിരിക്കുന്നത് മെക്സിക്കോയാണ്. ഒപ്പം കേവലം 39%. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ആർക്കാണ് ആധിപത്യം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. അതോടുകൂടി അത് തീരുകയാണ്. ഫൗളുകൾ, പരുക്കൻ കളിയായിരുന്നു ഇന്നലെ. 12 ഫൗളുകൾ മെക്സിക്കോയുടെ ഭാഗത്തുനിന്ന് വന്നു. 11 ഫൗളുകൾ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു എന്നുള്ളതാണ്. യെല്ലോ കാർഡ് മെക്സിക്കോയ്ക്ക് 1 യെല്ലോ കാർഡ്, 2 യെല്ലോ കാർഡ് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്കും ലഭിച്ചിരിക്കുന്നു. റെഡ് കാർഡ് 1 മെക്സിക്കോ താരത്തിന്, മെക്സിക്കോയുടെ ക്യാപ്റ്റന് ഇന്നലെ റെഡ് കാർഡ് കിട്ടി. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കയുടെ 2 താരങ്ങൾക്കും ഇന്നലെ റെഡ് കാർഡ് കിട്ടി. ഓഫ് സൈഡുകൾ ഓരോ തവണ വന്ന മത്സരം. കോർണർ കിക്കുകൾ ഏറ്റവും കൂടുതൽ മെക്സിക്കോയ്ക്കായിരുന്നു, 3 കോർണർ കിക്കുകൾ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു കോർണർ കിക്ക് എന്ന് പറയാം. അപ്പോൾ സമഗ്രമായിട്ടുള്ള ഒരു ആധിപത്യം മെക്സിക്കോയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ 3 ചുവപ്പ് കാർഡുകളാണ് പിറന്നത് എന്ന് നമ്മൾ ഈ കണക്കുകൾ മുൻനിർത്തി നമ്മൾ പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ ഇത്രയധികം താരങ്ങൾക്ക് ചുവപ്പ് കാർഡ് കിട്ടുന്നതും ഇത് ആദ്യമാണ്. എന്തായാലും ദക്ഷിണാഫ്രിക്കയുടെ സിത്തോൾ, തെമ്പ സ്വാനെ എന്നിവർക്കും അതോടൊപ്പം തന്നെ മെക്സിക്കോയുടെ സീസർ മോണ്ടസിനുമാണ് ചുവപ്പ് കാർഡ് ലഭിച്ചത്. അപ്പോൾ കളി പരുക്കനായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടി ആ മത്സരത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നു. ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മെക്സിക്കോയുടെ ഗിൽബർട്ടോ മോറ കളത്തിലിറങ്ങിയതും നമ്മൾ കണ്ടു. കേവലം 17 വയസ്സും 240 ദിവസവുമാണ് അദ്ദേഹത്തിന്റെ പ്രായം. 66-ാം മിനിറ്റിലാണ് അൽവാരോ ഫിഡാൽഗോയ്ക്ക് പകരക്കാരനായി ഗിൽബർട്ടോ മോറ എത്തിയത്. അരങ്ങേറ്റത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത യുവ മിഡ്ഫീൽഡർ താരത്തിന് വലിയ കയ്യടികളാണ് ഇന്നലെ സ്റ്റേഡിയത്തിൽ കിട്ടിയത്. എന്നാൽ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ഈ വർഷത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ മോറ കളിക്കാൻ ഇറങ്ങി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ സമ്പന്നമായിരുന്നു ആ മത്സരം.